ഏത് തരം പൂജകൾക്ക് വേണ്ടിയിട്ടാണ് എന്നെ ഓരോ ഭക്തരും കോണ്ടാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ പറയാണ്. എൻ്റെ ജീവിതത്തിൽ ഇപ്പം ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ അത് ഫേസ് ചെയ്യുകയും അതിൽ നിന്ന് എങ്ങനെ മറികടക്കാം, ഇപ്പോഴും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്തു പോകുന്നത് കൊണ്ട് തന്നെ എല്ലാത്തിൽ നിന്നും മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികപരമായിട്ടൊക്കെ നമുക്ക് മറികടക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ വിഷ്ണുമായ സ്വാമിയുടെ അതിശക്തമായിട്ടുള്ള പൂജകൾ, മാന്ത്രിക പൂജകൾ, അതിലെല്ലാ തരത്തിലുള്ളൂ. ഇപ്പൊ ശരിക്കും ഈ മാന്ത്രിക പൂജകളൊക്കെ എന്തിനായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു രാജാവിന്റെ ആവശ്യമാണ് രാജ്യത്തെ സംരക്ഷിക്കുക, മറ്റുള്ള ശത്രു രാജ്യങ്ങളിൽ നിന്ന് രക്ഷ നേടുക. അതിനുവേണ്ടി എല്ലാ തരത്തിലുമുള്ള ഒരു മുന്നൊരുക്കം ചെയ്യുക എന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്പിരിച്വൽ പവർ, സ്പിരിച്വാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യുദ്ധം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ രാജതന്ത്രമാണ് അതൊക്കെ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ വ്യക്തികളുടെ ലൈഫിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിൽ മെയിനായിട്ട് വന്നുള്ള കേസുകള്, സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന്റെ പേരിൽ വരുന്ന കേസുകൾ, ലീഗൽ ഇഷ്യൂസ്, ഭൂമി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, അയൽവാസികളുമായിട്ടുള്ള തർക്കങ്ങള്, കുടുംബപരമായിട്ടുള്ള തർക്കങ്ങള്, പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന തർക്കങ്ങള്, ഇപ്പൊ സിനിമാ മേഖലയിലേക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, അപ്പൊ അതിനെ ബേസ് ചെയ്തുള്ള സാമ്പത്തികമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങള്, അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ബിസിനസ്സിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് കൊണ്ടുണ്ടാകുന്ന തർക്കങ്ങള്. ഈ തർക്കങ്ങൾ എന്ന് പറയാൻ കാരണം അത് ഉണ്ടാവുമ്പോഴാണ് പലതരത്തിലുള്ള പ്രാർത്ഥനകളും ആഭിചാരങ്ങളും മാരണങ്ങളും പലതരത്തിലുള്ള ശത്രുബാധ ലക്ഷണങ്ങളൊക്കെ വരുന്നത് എവിടെ വെച്ചിട്ടാ? നമ്മളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരെങ്കിലും പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പൊ അത് ചിലപ്പോ കുടുംബപരമായിട്ട് ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവുമ്പോ, ഇനി എന്താ പറയാ, എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങൾ. അപ്പൊ നമുക്ക് ഇതിനൊക്കെ രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? സാമ്പത്തികം വേണം, നമുക്ക് നല്ല ആരോഗ്യം വേണം, നല്ല ആയുസ് വേണം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാത്തിലും വിജയം വേണം. അപ്പൊ അവിടെയാണ് പലതരത്തിലുള്ള ബന്ധനങ്ങളും തടസ്സങ്ങളും ഇഷ്യൂസുകളൊക്കെ ഉണ്ടാവുമ്പോൾ അതിനെങ്ങനെ മറികടക്കാം, അതിനെങ്ങനെ മറികടന്നുകൊണ്ട് നമുക്ക് എങ്ങനെ വിജയിക്കാം, അതിനുവേണ്ടി അതിശക്തമായിട്ടുള്ള മാന്ത്രിക പൂജകൾ നമ്മൾ ചെയ്യേണ്ടവർ. അത് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കണം. ഓരോ സ്റ്റെപ്സും, നാളെ ഒരു കേസ് നടക്കണം, ആ കേസിൽ എന്തുമായിരിക്കും വിധി എന്ന് ചിന്തിക്കുന്നിടത്ത് നമുക്ക് അനുകൂലമായിട്ടൊരു വിധി കൊണ്ടുവരിക. അത് എല്ലാ കാര്യങ്ങളിലും, സാമ്പത്തികമായ കാര്യത്തിലായാലും കുടുംബപരമായ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലും അങ്ങനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ പറയുന്ന മാന്ത്രിക പൂജകൾക്കൊക്കെ ശക്തി ഉണ്ടെന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ആവശ്യമായ ഏത് പൂജകൾക്കും നിങ്ങൾക്ക് സമീപിക്കാം. വിജയം സ്വാമിയുടെ അടുത്ത് സത്യസന്ധമാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എല്ലാവരും വിജയിക്കട്ടെ.